9 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് നാലാം ഘട്ടത്തിൽ നാലാം ഫേസിൽ ഇതാ ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിധി എഴുതാൻ പോകുന്നത്. 96 മണ്ഡലങ്ങൾ വിധി എഴുതും. നിലവിൽ ഈ 96 മണ്ഡലങ്ങളിൽ 39 കോൺഗ്രസ് BJP തന്നെയാണ് ഭരിക്കുന്നത്. അതേസമയം കോൺഗ്രസിന് 6 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. ഒപ്പം തന്നെ മറ്റ് പാർട്ടികൾക്കെല്ലാം ആയിട്ട് 51 മണ്ഡലങ്ങളെയാണ് നിലവിലത്തെ നില. നമുക്ക് ഓരോ സംസ്ഥാനങ്ങളായിട്ട് പരിശോധിക്കാം. ആദ്യം ഇതാ ആന്ധ്രാപ്രദേശ് നമ്മൾ നോക്കുമ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വിധി എഴുതുന്നത് ആന്ധ്രാപ്രദേശിലാണ്. 25 ലോക്സഭാ മണ്ഡലങ്ങളാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. അതിൽ 22 ലോക്സഭാ മണ്ഡലങ്ങളിലും YSRCP, 3 ഇടങ്ങളിൽ TDP. ഇതാണ് ആന്ധ്രാപ്രദേശിലെ കണക്ക്. ഇനി നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്നും അടുത്ത സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ നോക്കൂ, തെലങ്കാനയിലെ സീറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ആകെയുള്ളത് 17 ലോക്സഭാ മണ്ഡലങ്ങൾ. അതിൽ BRS 9 ഇടത്ത്, ഒപ്പം തന്നെ BJP 4 ഇടത്ത്. ഈ തരത്തിലാണ് 17 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും നാളെ തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ഒപ്പം തന്നെ നമ്മൾ നോക്കുമ്പോൾ തെലങ്കാനയിൽ കോൺഗ്രസ് 3 ഇടത്തും AIMIM 1 ഇടത്തും. ഇതാണ് നിലവിൽ തെലങ്കാന സംസ്ഥാനത്തെ 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2019 സ്ഥിതി എങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സംസ്ഥാനത്തേക്ക് പോകാം. ഇതാ ബീഹാറിൽ 5 മണ്ഡലങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 40 ലോക്സഭാ സീറ്റുകളിൽ 5 ഇടത്ത് തെരഞ്ഞെടുപ്പ് നടക്കും. അതിൽ നമ്മൾ സീറ്റ് നില പരിശോധിക്കുകയാണെങ്കിൽ 5 മണ്ഡലങ്ങളിൽ 3 ഇടത്ത് BJP ആണ്, 1 ഇടത്ത് LJP, ഒപ്പം തന്നെ 1 ഇടത്ത് ജനതാദൾ യുണൈറ്റഡ്. ഇതാണ് ബീഹാറിൽ മറ്റന്നാൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിലെ സ്ഥിതി. ഇനി അടുത്ത സംസ്ഥാനം നമ്മൾ പരിശോധിക്കുകയാണ് ജാർഖണ്ഡിലെ കണക്കുകൾ ഇതാ വരുന്നു. ജാർഖണ്ഡിൽ 4 മണ്ഡലങ്ങളിലായിട്ടാണ് 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 14 ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം. അവിടെ BJP 3 ഇടത്തും 1 ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസും എന്നുള്ളതാണ് 2019 ജാർഖണ്ഡിലെ കണക്ക്. ഇനി നമുക്ക് മധ്യപ്രദേശിലേക്ക് പോകാം. മധ്യപ്രദേശിലെ കണക്കാണ് ഈ കാണുന്നത്. മധ്യപ്രദേശിൽ നമുക്കറിയാം ആകെ 29 ലോക്സഭാ മണ്ഡലങ്ങൾ. അതിൽ 8 ഇടത്താണ് 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 8 ഇടത്തും BJP തന്നെയാണ്. 2019 8 സീറ്റുകളും BJP തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത സംസ്ഥാനത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇതാ മഹാരാഷ്ട്രയിലെ കണക്കുകളാണ് നമ്മൾ കാണുന്നത്. 48 ലോക്സഭാ മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിൽ. അതിൽ 11 മണ്ഡലങ്ങളിലാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 4ാം ഘട്ടത്തിൽ. അതിൽ BJP 7 ഇടത്തും ശിവസേന 2 ഇടത്തും, ഒപ്പം തന്നെ NCP ഉണ്ട്, AIMIM ഉണ്ട്, AMM. ഇവരും ഓരോ സീറ്റ് വീതവും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുണ്ട്. അതാണ് ഈ 11 മണ്ഡലങ്ങളിലെ കണക്ക്. അടുത്ത സംസ്ഥാനം നമ്മൾ പരിശോധിക്കുകയാണ്. ഒഡീഷയിൽ 4 മണ്ഡലങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ BJD ബിജു ജനതാദൾ 2 സീറ്റിലും, ഒപ്പം തന്നെ കോൺഗ്രസ് 1 സീറ്റിലും എന്നുള്ളതാണ് അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ 13 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ 13 മണ്ഡലങ്ങളും BJPയുടെ മണ്ഡലങ്ങൾ തന്നെയാണ്, സിറ്റിംഗ് മണ്ഡലങ്ങളാണ്. അവിടെയാണ് 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇനി മറ്റു സംസ്ഥാനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. പശ്ചിമബംഗാളിൽ 8 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 42 മണ്ഡലങ്ങളിൽ. അതിൽ തൃണമൂൽ കോൺഗ്രസിലെ കയ്യിലുള്ളത് 2019 തൃണമൂൽ വിജയിച്ച സീറ്റുകളുടെ എണ്ണം 5 ആണ്. BJP 2 ഇടത്ത് എന്നുള്ളതാണ് കണക്ക്. കോൺഗ്രസിന് 1 ഉണ്ട്. അതാണ് നിലവിൽ പശ്ചിമബംഗാളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കണക്ക്. ഇനി ഒരു കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. അവിടെ ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ്, അതായത് മെഹബൂബ മുഫ്തിയുടെ പാർട്ടി. ഇതാണ് നിലവിലത്തെ ഒരു സ്ഥിതിഗതികൾ എന്ന് നമ്മൾ പറയുന്നത്. 2019 ഈ 96 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എത്ര മണ്ഡലങ്ങൾ ആണ് നിലവിലിപ്പോൾ BJPയുടെ കൈവശമുള്ളത്, കോൺഗ്രസിനെ മറ്റു പാർട്ടികളുടേതാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും